മലയാളത്തിലെ ഏറ്റവും വലിയ വയലന്റ് ആക്ഷൻ ത്രില്ലർ സിനിമയായിട്ടുള്ള മാർക്കോയ്ക്ക് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ് ഒരുക്കുന്ന പുതിയ ചിത്രമാണ് കാട്ടാളൻ. കാട്ടാളനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. തുടങ്ങാം. അതെ, നമ്മളിപ്പോ ആക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മോളിവുഡിൽ ഇപ്പൊ കണ്ടിന്യൂസ്ലി ആക്ഷൻ ഫിലിംസ് ചെയ്തു വരുന്ന ആളാണ് ആന്റണി വർഗീസ്. പുള്ളി സിനിമയിൽ ആന്റണി വർഗീസ് എന്നുള്ള പേരെങ്ങനെ അഭിനയിക്കണം, അതും വേറൊരു കാര്യമാണ്. നമുക്ക് കാസ്റ്റിന്റെ കാര്യം നോക്കാം. ഇപ്പൊ കാസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മേജർ ആയിട്ട് ഇദ്ദേഹത്തിന്റെ കൂടെ ജഗദീഷ് വരുന്നുണ്ട്, തുഷാര വിജയൻ വരുന്നുണ്ട്. വില്ലൻ ഗാംഗിൽ വരുന്നത് നമ്മുടെ കബീറാണ്. മാർക്കോയ്ക്ക് ശേഷം അതെ അതെ. അതുപോലെ സുനില്, പിന്നെ നമുക്ക് ഹനാൻ ഷായെ കാണിക്കുന്നുണ്ട്. അത് വില്ലാണോന്ന് നമുക്ക് ഉറപ്പില്ല. പിന്നെ അതുപോലെ തന്നെ പാർത്ഥിവാരി പറഞ്ഞിട്ട് ആക്ടർ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ നമുക്ക് എല്ലാവർക്കും അറിയാം, പുള്ളി കില്ല് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഭയങ്കര ആ സ്ത്രീകള് തലയടിച്ച് കൊല്ലുന്ന ആളുണ്ടല്ലോ, അതാണ് പാർത്ഥിവാരി. ക്യൂബ്സിന്റെ എന്താ, അവര് വയലന്റ് ആക്ഷൻ ഫിലിംസ് എടുക്കാൻ താല്പര്യമുള്ള ഒരു നിർമ്മാതാവ് ഉണ്ട് അവർക്ക്, ഷെരീഫ് മുഹമ്മദ്. അങ്ങനെ ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഇന്റർവ്യൂ എന്നൊക്കെ മനസ്സിലാവുന്നത്. അപ്പൊ ഷെരീഫ് മുഹമ്മദിന്റെ അഭിപ്രായത്തിൽ ഇത് അങ്ങനെ ഭയങ്കര ഒരു ആക്ഷൻ ത്രില്ലർ എന്നുള്ള തരത്തിൽ മാർക്കറ്റ് ചെയ്യുന്നതിന് പകരം ഇതൊരു ആക്ഷൻ ഫിലിമാണ്, കംപ്ലീറ്റ് ഔട്ട് ആക്ഷൻ സിനിമയാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാർക്കോട് യൂണിവേഴ്സിൽ വരുന്ന സിനിമയാണെന്നുള്ളത് സിദ്ദീഖിന്റെ ക്യാരക്ടർ പോസ്റ്റോട് അവർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സിനിമയിൽ ഇപ്പൊ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഇതൊരു ഡെബ്യൂട്ട് ഡയറക്ടർ സിനിമയാണ്. പോൾ ജോർജ് എന്ന് പറഞ്ഞ ആളാണ് ഈ സിനിമയിൽ കോ റൈറ്ററായിട്ട് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിലെ എഴുത്തുകാരിൽ പിന്നെ പ്രധാനപ്പെട്ടായിട്ട് പറയേണ്ടത് സംഭാഷണം എഴുതിയ ഉണ്ണിയാറിന്റെ കാര്യമാണ്. ഉണ്ണിയാറിന്റെ കാര്യം പറയുമ്പോൾ ബിഗ് ബീത്തെ സംഭാഷണം മുതൽ ചാർലി വരെ എഴുതി വെച്ച ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വർക്കുകളൊക്കെ നമുക്ക് പേഴ്സണലി നമുക്ക് ഇഷ്ടമുള്ള വർക്കുകളാണ്, ബാച്ചുലർ പാർട്ടി ഉൾപ്പെടെ. അപ്പൊ അതല്ലാതെ തിരക്കഥയിലും രണ്ടുപേരുണ്ട്. റോബി വർഗീസ്, ജെറോ ജേക്കബ് രണ്ടുപേര് വന്നിട്ടുണ്ട്. അവര് സ്ക്രീൻ പ്ലേ ആണ് അതിലെഴുതുന്ന സംവിധായകന്റെ ഒപ്പം. അപ്പൊ ഒരു പുതുമുഖങ്ങളുടെ നേരെ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അതായത് പുതിയ ആൾക്കാർ തന്നെയാണ്. അപ്പൊ ഈ രണ്ടാമത് തിരക്കഥ പറഞ്ഞ ആള് മാർക്കോട് തിരക്കഥ എഴുതിയ ആളാണ്. ഇതൊരു ആക്ഷൻ ത്രില്ലർ പടം ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് മാസ് ആക്ഷൻ രംഗങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പേര് കേട്ട ഫൈറ്റ് ഡയറക്ടേഴ്സ് ഒരുപാട് പേര് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലെ മെയിൻ ഫൈറ്റ് മാസ്റ്റർ എന്ന് പറയുന്നത് കേച്ചയാണ്. അദ്ദേഹത്തിന്റെ ലാസ്റ്റ് വർക്ക് റെട്രോ ആണ്. തുപ്പാക്കിയിൽ ഡെബ്യൂട്ട് ചെയ്ത അദ്ദേഹം ബാഹുബലി 2 തുടങ്ങിയിട്ട് അല്ലു അർജുന്റെ റോമിയോ ജൂലിയറ്റ്സ് മുതൽ ഒരുപാട് സിനിമകൾ നമുക്ക് പരിചിതമായിട്ടുള്ള ആളാണ്. അദ്ദേഹം മുന്നേ തന്നെ ടോണി ജോയുടെ ഓൺ ബാക്ക് 2 സ്റ്റണ്ട് പെർഫോമർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് എലിഫന്റ് ഫൈറ്റ്സ് ഒക്കെ ഉള്ളത് കാരണം കൊണ്ട്, അതിലും ഒരുപാട് എലിഫന്റ് ഫൈറ്റ്സ് ഉള്ളത് കാരണം കൊണ്ട് അതൊക്കെ ഇതിൽ ഉപയോഗപ്പെടുത്തുമെന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ ഉള്ളത് ആക്ഷൻ സന്തോഷാണ്. ആക്ഷൻ സന്തോഷിന്റെ ലാസ്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ അതിരടിയാണ്. അത് അപ്പോൾ കൃത്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് അത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ജെറോസ്ലോ ഷെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള റഷ്യൻ സ്റ്റണ്ട് പെർഫോമറുടെ കാര്യമാണ്. അദ്ദേഹം നമ്മൾ ദുരന്തർ 1, ദുരന്തർ 2 തുടങ്ങിയ സിനിമകളിൽ സ്റ്റണ്ട് പെർഫോമറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിലും നല്ലൊരു പങ്ക് അദ്ദേഹത്തിൻ്റെയും കൂടിയുണ്ട്. അപ്പോൾ 3 പേരും അടങ്ങുന്ന ഒരു വൻ സ്റ്റണ്ട് ടീമുണ്ട്. മാർക്കോയ്ക്ക് കലൈ കിങ്സിന് ആയിരുന്നു എങ്കിൽ ഇവരിതിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്നു നമുക്ക് വിചാരിക്കാം. മാർക്കോ പോലെ തന്നെ ടെക്നിക്കലി ഭയങ്കര സൗണ്ട് ആവാനുള്ള സാധ്യത ഉണ്ട് ഈ ഫിലിമിന്. രണദേവാണ് സിനിമയുടെ സിനിമോട്ടോഗ്രാഫർ. പുള്ളിയുടെ വർക്ക്സ് നോക്കുകയാണെങ്കിൽ CIA, പ്രിൻസ് ആൻഡ് ഫാമിലി, വിജയ് സൂപ്പറും പൗർണമിയും, അതുപോലെ തന്നെ ഷൈലോക്ക്, വിലായത്ത് ബുദ്ധ, ഓൾമോസ്റ്റ് പുള്ളിയുടെ വർക്ക്സ് നോക്കുകയാണെങ്കിൽ അതത് കാലഘട്ടത്തിലെ അതത് ജോണേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഒരു ഡീസന്റ് വർക്ക് തന്നെയാണ്. പിന്നെ സിനിമോട്ടോഗ്രാഫേഴ്സിന്റെ കാര്യം എടുത്ത് പറയുമ്പോൾ 2 അഡീഷണൽ സിനിമോട്ടോഗ്രാഫേഴ്സ് കൂടി സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ചന്തു സെൽവരാജ്. പുള്ളിക്കാരൻ മാർക്കോ എന്നുള്ള ഇവര് മുമ്പത്തെ പടത്തിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ റീസെന്റ് ന്യൂ പോളുടെ സിനിമ ആയിട്ടുള്ള പ്രതിച്ഛായയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തത് പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള സുദീപ് എളമൻ. പുള്ളിയുടെ വർക്ക്സ് നോക്കുകയാണെങ്കിൽ ജനഗണമന, അയ്യപ്പനും കോശിയും, പൊലാച്ചി ശിവകാർത്തികേയന്റെ മദ്രാസ് എന്നുള്ള സിനിമയിലും പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സിനിമോട്ടോഗ്രാഫേഴ്സിന്റെ സൈഡ് നോക്കുമ്പോൾ ഈ ടെക്നിക്കൽ ടീം ഭയങ്കര പവർഫുൾ ആണ്. എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ്. 2015 ചാർലിയിൽ ഡെബ്യൂ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ആളാണ്. പുള്ളി എഡിറ്റർ മാത്രമല്ല ഒരു പ്രൊഡ്യൂസറും കൂടിയാണ്. ഇപ്പോ മാർക്കോന്റെ എഡിറ്ററും കൂടി ആയിരുന്നത് കൊണ്ട് ഈ സിനിമയിലേക്ക് വരുമ്പോൾ നമുക്ക് എക്സ്പെക്ടേഷൻ കുറച്ചും കൂടി അധികമാണ്. പുള്ളിയുടെ റീസെന്റ് വർക്ക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ആഫ്റ്റർ കോവിഡ് ഇറങ്ങിയതിൽ ARM, അതുപോലെ തന്നെ ടർബോ, രേഖാചിത്രമൊക്കെയാണ് പുള്ളിയുടെ ഈ വർഷം ഇറങ്ങിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ. അതുപോലെ ആറാട്ട് അങ്ങനത്തെ സിനിമയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടി എക്സൈറ്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അജഗജാന്തര സിനിമയിൽ പുള്ളിയാണ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. അതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു സാമ്യത ഉള്ളൊരു സിനിമയാണ്. കാരണം ആക്ഷൻ ഫിലിം എന്നുള്ള വയസ്സ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ എക്സ്പെക്ടേഷൻ കുറച്ചും കൂടി അധികമാണ്.
ബാക്കി എല്ലാ ടെക്നീഷ്യൻസിന്റെ പോലെ തന്നെ ഈ സിനിമയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് മ്യൂസിക് എന്ന് പറയുന്നത്. ഇപ്പൊ മാർക്കോല് രവി ബസ്റർ ആയിരുന്നു. ഈ സിനിമ അനൗൺസ്മെന്റ് അടുത്തേക്കുമ്പോൾ ആദ്യം അജനീഷ് ലോകനാഥ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പുള്ളിക്കാരന്റെ വർക്ക്സ് നോക്കുകയാണെങ്കിൽ കാന്താര, അതുപോലെ തന്നെ മംഗൾവാര സിനിമ ഒക്കെ കണ്ടവർക്ക് അറിയാം ആ സിനിമയുടെ മ്യൂസിക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. അഡീഷണൽ ആയിട്ട് സിനിമയിൽ വന്നതാണ് രവി ബസ്റർ. ഇപ്പൊ ലാസ്റ്റ് വന്ന ട്രെയിലറിൽ വന്നിട്ടുള്ള ജംഗിൾ ബീസ് തീമൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും ഫേവറേറ്റ് ആയിരിക്കും. അപ്പൊ മാർക്കോത്തെ പോലെ തന്നെ ഈ സിനിമയിൽ മ്യൂസിക് അത്ര ഇമ്പോർട്ടന്റ് ആണ്. എന്നാലും തിയേറ്റർ കലക്കാനുള്ള സാധനം ഉണ്ടായിരിക്കും. പ്രൊഡക്ഷൻ ഡിസൈനർ സുനിൽ ദാസ് എം.ആർ. അദ്ദേഹത്തിന്റെ മുൻകാല വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി മാർക്കോയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്കോയിൽ അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് തന്നെയാണ് പുള്ളിയുടെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. എടുത്തു പറയാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ചത്താപ്പച്ചയാണ്. ചത്താപ്പച്ചത്തെ സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഭീകരമായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ സിനിമയിലേക്ക് വരുമ്പോൾ അവർക്ക് കുറച്ചും കൂടി റിസ്കും കാര്യങ്ങളും കൂടുതലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാട് പശ്ചാത്തലമായിട്ടുള്ള സീൻസും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ കുറച്ചും കൂടി രസമായിട്ട് ചെയ്യാന്ന് വിചാരിക്കും. ഇതൊരു ആക്ഷൻ ത്രില്ലർ ഫിലിം ആണെന്ന് പറയുന്നതിന്റെ ഒപ്പം തന്നെ ഇതൊരു കംപ്ലീറ്റ് ആക്ഷൻ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ട്രെയിലർ ഷോട്ട്സ് കണ്ടപ്പോൾ തന്നെ അതിൽ വയലന്റ് ആയിട്ടുള്ള ഒരുപാട് ആക്ഷൻ സീൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇതൊരു അനിമൽ ക്രൂവൽറ്റി കൂടിയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഇതിന് എ സർട്ടിഫിക്കറ്റ് ആണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാർക്കോയുടെ യൂണിവേഴ്സിൽ വരുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ മാർക്കോ വയലൻസിന് പേര് കേട്ടൊരു സിനിമയാണ്. അപ്പൊ ഈ സിനിമയിൽ അങ്ങനെ എന്തായാലും രംഗങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോ ഇതപ്പോ അതിന്റെ ടാർഗറ്റഡ് ഓഡിയൻസ് മാത്രമേ വരുമ്പോഴുള്ളൂ. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്തത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും UA60+ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് A ആണ്. അത് 80+ വന്നിട്ടുള്ളത്. പ്രൊഡ്യൂസർ എക്സ്പെക്ട് ചെയ്തിരുന്നത് 60+ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് ഇങ്ങനെ സംഭവം വന്ന സ്ഥിതിക്ക് അതിന്റെ ടാർഗറ്റഡ് ഓഡിയൻസ് മാത്രമേ വരാൻ പാടുള്ളൂ. പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ഈ അനിമൽ ക്രൂവൽറ്റിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആനയുടെ തല തല്ലിപ്പൊളിച്ചിട്ട് അതിന്റെ കൊമ്പ് കളർത്തുന്ന ആൾക്കാരാണ്. അപ്പൊ അതിലൊരു നായകനെ അങ്ങനെ കാണിക്കണത്. ജഗദീഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, ചെറിയ തിന്മയും വലിയ തിന്മയും തമ്മിലുള്ള യുദ്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ആക്ച്വലി സിനിമയുടെ പേര് സന്യാസി എന്നല്ല, കാട്ടാളം തന്നെയാണല്ലോ. ടൈറ്റിലിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് ടാർഗറ്റ് ഓഡിയൻസ് വരിക. പിന്നെ കഴിഞ്ഞ വട്ടം മാർക്ക് ഇറങ്ങി വെക്കുമ്പോൾ ഒരുപാട് ഇഷ്യൂ ഉണ്ടായി. കുട്ടികൾ തിയേറ്ററിൽ കയറി എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ തിയേറ്ററിൽ കയറേണ്ടെന്ന് നോക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ തിയേറ്ററുകാർക്ക് ഉത്തരവാദിത്തം ഉണ്ട്. പക്ഷെ അവര് മെയിൻ ആയിട്ട് ഇത് കച്ചവടമായിട്ടേ കാണിക്കുള്ളൂ. അല്ലാണ്ട് ഇത് പാരന്റ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. അല്ല, നമ്മളെ തമിഴ്നാട് സിനിമ പറഞ്ഞ മാതിരി ഇവിടെ ബാറിൽ കേട്ടാനുള്ള വകുപ്പില്ല. പിന്നെയാണ് ഇപ്പൊ ഒരു തിയേറ്ററിന്റെ ഒരു സിനിമ കണ്ടിട്ടാണ് ആൾക്കാർ കേടുവരുന്നതെന്നുള്ളതിനൊക്കെ കൂടുതൽ ആൾക്കാർ കേടുവരുന്ന ഒരുപാട് സംഗതികൾ ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പോ മാർക്കോ യൂണിവേഴ്സിന്റെ പടമാണ് എന്ന് പറഞ്ഞപ്പോ തന്നെ നമുക്ക് സർപ്രൈസിംഗ് ആയിട്ട് ഒരുപാട് ക്യാമിയോസ് വരാനുള്ള ചാൻസ്. ഇന്നിപ്പോ ഒരു പോസ്റ്റർ വന്നതിൽ അതിൽ ഉണ്ണിമുഖത്തിന്റെ കൈയാണെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അപ്പൊ ഒരുപക്ഷെ അദ്ദേഹം ഉണ്ടാവാനുള്ള സാധ്യത എന്താന്ന് വെച്ചാൽ അതെ, ഇപ്പൊ തന്നെ ക്യൂബ്സ് അവർ അടുത്ത പടം പ്രണവിനായിട്ട് അനൗൺസ് ചെയ്ത സ്ഥിതിക്ക് ഇത് മൂന്നും ഒരേ ടൈം ലൈനിൽ ഒരേ യൂണിവേഴ്സിറ്റി പടാവോ നടക്കാൻ ആൾക്കാർ ഇപ്പൊ അതും ആക്ഷൻ പടാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്യാൻ പറ്റിയ ആളെ തന്നെ